ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. SSMB 29 മഹേഷ് ബാബു നായകനാവുന്ന സിനിമയാണ്. SS രാജമൗലിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വില്ലനായി വരുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, നായിക പ്രിയങ്ക ചോപ്ര. RRR എന്ന സിനിമയ്ക്ക് ശേഷം SS രാജമൗലി ഒരുക്കുന്ന സിനിമയാണ്. വമ്പൻ പരിപാടി. അതുപോലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരാൻ പോകുന്ന സിനിമ. അതെ, എന്താണെങ്കിലും പേരിടൽ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. വാരണാസി ഓൾറെഡി ലീക്ക് ആയതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നിയില്ല. എന്തായാലും നേരത്തെ വന്ന സാധനം തന്നെയല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വാരണാസി എന്നായിരിക്കും സിനിമയുടെ ടൈറ്റിൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വാരണാസിയാണ് അല്ലേ. എന്താണെങ്കിലും ഇന്നലെ 7 മണി മുതൽ കാത്തിരുന്ന് അയ്യോ എല്ലാം ഇന്നലത്തെ മുടങ്ങി. വൈകുന്നേരത്തെ ചിട്ടവട്ടങ്ങളൊക്കെ മുടങ്ങി. അതായത് 7 മണിക്ക് ഇത് വരും എന്ന് പറഞ്ഞോണ്ട് ഇരുന്ന ചിട്ടവട്ടങ്ങൾ മുടങ്ങി. പക്ഷെ വട്ടത്തിൽ മൂഞ്ചി. അതെ, 9:30 സംതിങ് കഴിഞ്ഞിട്ടാണ് വന്നത്. ഏകദേശം 9:30 അടുത്തായി വന്നപ്പോ. അത്രയും ലേറ്റ് ആയി കഴിഞ്ഞപ്പോ ഞങ്ങളത് പിടിക്കാറില്ല. ഞങ്ങൾ രാവിലെ പിടിക്കാന്നുള്ള ലെവലാണ്. തീർച്ചയായിട്ടും അത്രയ്ക്കുള്ള പിടിക്കാം. അതാണ്, നമ്മള് കുളിച്ചൊരുങ്ങി വന്നിട്ട് അങ്ങ് പിടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു വൈബ് വേറെ ആയിരിക്കും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് പിടിക്കാം. എന്തായാലും 3 മിനിറ്റിന്റെ മുകളിൽ വീഡിയോ ഉണ്ട്. അതൊരാശ്വാസം, അത് വലിയൊരു സന്തോഷം. ഓക്കെ, കാണാം. ഞങ്ങള് ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല, കാരണം ചില ക്ലിപ്പുകളൊക്കെ അവിടെ പ്ലേ ചെയ്തത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടുപോയി. സത്യം, പലരും ഇങ്ങനെ അയച്ചു തരുന്നതുകൊണ്ട് തന്നെ കണ്ടുപോയി. പിന്നെ കാണാതിരിക്കാൻ. പക്ഷെ ഈ വീഡിയോ ഞങ്ങൾ ഫുള്ള് കണ്ടിട്ടില്ല. ഓക്കെ, ട്രെയിലർ ഫുള്ള് കണ്ടിട്ടില്ല കേട്ടോ. മറ്റേ അവിടുത്തെ ലോഞ്ചിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ചെറിയ ക്ലിപ്സ് ഇല്ലേ, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് ആ കാളയുടെ പുറത്ത്, കാളയുടെ പുറത്ത് എന്താ അത്, പോത്ത് എങ്ങനെയാവുന്നത്? പോത്തല്ല സോറി, ഞാൻ പോത്തായതുകൊണ്ട് കാള. ഞാൻ ചെറുതായിട്ട് ഇനിയിപ്പോ അത് ഒരാളെ തലയിൽ വരണ്ടെന്ന് എഴുതിട്ട് മാറ്റി പറയാണ്. നിങ്ങൾ തെറ്റില്ല ബ്രോ, പോത്തന്നെയാണ് അതിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അല്ല, ഒരു രീതിയിൽ ചിന്തിച്ചാൽ അങ്ങനെയാണ്. എന്താണെങ്കിലും നമുക്ക് കാണാം. ഓക്കെ, ഇതിന്റെ മ്യൂസിക് കീരവാണി അല്ലേ? കീർവാണിയാണോ? അതൊക്കെയും ആളുടെ പടത്തിന്റെ ഒക്കെ. ഫ്രം ദി ഡയറക്ടർ ഓഫ് ബാഹുബലി ആൻഡ് RRR. അന്റാർട്ടിക്കയിലാണ്. തിരിയോ എന്തത്, ടൈറ്റാനിക് എങ്ങാനും പിളർന്നു നടക്കുന്നതാണോ? അല്ലല്ലേ, മറ്റേ ഇവിടെ ആഫ്രിക്ക. ഹിപ്പോപ്പൊട്ടാമസോ? ഞാൻ ആദ്യം മുകളിലിരിക്കെ തലയുടെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്ക നഗരം. ലങ്കാദഹനാണത്. വീണ്ടും വാരണാസിയിൽ. ഓ
കാണിക്കുന്നുണ്ട് അല്ലേ? മഹേഷ് ബാബുവാണ്. ഇതൊക്കെ കറക്റ്റ് നമ്മുടെ അതിന്റെ ഒക്കെ ഒരു വൈബുണ്ട്. പക്ഷെ രസമുണ്ട് കേട്ടോ, കൊള്ളാം. എന്തൊക്കെയോ ഒരുക്കി വെക്കുന്നുണ്ട് ആള്. സംഭവം ഗ്ലോബ് ട്രോട്ടർ, ടൈം ട്രോട്ടർ. യെസ്, സംഭവം ടൈം ട്രാവൽ പരിപാടി തന്നെയാണെന്നുള്ളത് വ്യക്തമാവുന്നുണ്ടല്ലേ കുറച്ചൊക്കെ. തീർച്ചയായിട്ടും. കാരണം പല കാലഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. കാലഘട്ടങ്ങളിലൊക്കെ പിന്നെന്താണെന്നറിയോ, രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോ അറിയാം കാശ് മുടക്കിയത് ഉണ്ടെന്ന്. അതിനകത്തുള്ള ഒരു സാധനം ഉണ്ട്. ഇതാണ് ഇന്നലെ അവര് പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലേ, ക്യാരക്ടർ പോസ്റ്ററും. അത് ആൾറെഡി കുംഭയായിട്ട് നമ്മുടെ പൃഥ്വിരാജിനെ നമ്മുടെ മുന്നിലേക്ക് തന്നാണ്. അതിനുശേഷം മന്ദാകിനിയായിട്ട് പ്രിയങ്ക ചോപ്രനെ നമ്മുടെ മുന്നിലേക്ക് തന്നു. ഇപ്പതാ നായകൻ മഹേഷ് ബാബു ആസ് രുദ്ര. 2027 സിനിമ റിലീസിനെത്തുന്നത് കേട്ടോ. വാരണാസി ഇതിലെഴുതിയത് അടിപൊളിയാണ്. ഇതിന്റെ ടൈറ്റിൽ ഈ മറ്റേത് ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോ ഇത് ഈ പോസ്റ്റർ ഗംഭീര സാധനം. ഓക്കെ, രുദ്രതാണ്ഡവം. രുദ്ര ഓർമ്മയുണ്ടോ രുദ്രനെ? അത് ഏതാ ക്യാരക്ടർ എന്നറിയോ? അതായത് കണ്ണപ്പ സിനിമയിലെ കണ്ണപ്പയിലെ പ്രഭാസി ക്യാരക്ടർ, അതാണ് രുദ്ര. അതായത് ശിവന്റെ മറ്റൊരു അവതാരമാണത്. അതില് ലാലേട്ടനും ശിവൻ തന്നെയാണ്, പ്രഭാസും ശിവൻ തന്നെയാണ്. വേറെ പേരില് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ രൂപം സ്വീകരിച്ച് വരുന്നതായിട്ടാണ് അല്ലേ? അതെ, എന്താണെങ്കിലും രുദ്ര പ്രഭാസിന്റെ പിന്നെ അതിനകത്ത് വലിയ കണ്ണപ്പേര് പിന്നെ അധികം ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു വലിപ്പം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമായിരിക്കും. ശരിക്കും കാണാൻ പറ്റും. അതെ, എന്താണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ SS രാജമൗലി അല്ലേ, എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും സ്പെഷ്യലായിട്ട് കാണാൻ. അതിലാ സമയത്തേ, അതായത് ലങ്ക കാണിച്ചില്ലേ, അതിനുശേഷം കാല് കാണിച്ചപ്പോഴേ അതൊരു സത്യം. ഹനുമാന്റെ വൈബ്, ഹനുമാൻ ഒരു പ്രത്യേക ഫാൻ ബേസ് ആണ്. ഹനുമാനെ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലേ നമുക്കൊക്കെ അറിയാണ്ട് ഒരു ആവേശം കൂടെ വരും. അതൊരു ഭയങ്കര ഇത് തന്നെയാ കേട്ടോ. ഹനുമാന്റെ വലുപ്പവും ഹനുമാന്റെ രൂപമുണ്ടല്ലോ, അത് വേറെ രീതിയിൽ അവതരിപ്പിച്ചത്. അതായത് അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മുകൾ ഭാഗത്തുമ്പോ തലയുടെ ഭാഗത്തൊക്കെ എത്തുമ്പോൾ കുറച്ചും കൂടി ഉരുണ്ട രീതിയിൽ. ഇതങ്ങനെയല്ല, ഇത് വലുപ്പമുണ്ട് എന്നുള്ളതുള്ളൂ. വലുപ്പത്തിന്റെ മാറ്റം എന്തോരം വലിയ മാറ്റാ. കാരണം രാമനെ കാണിക്കുന്ന സമയത്ത് കുറേ ഇതിന് മുകളിൽ കയറിയിട്ടാണ് രാമൻ അവിടെ അമ്പ ചെയ്യുന്നത്. അത് ഈ ആളുടെ ശരീരത്തിന്റെ ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ല അപ്പോഴും വലിപ്പം താഴെയാണ്. അപ്പൊ ആലോചിച്ച് എത്രത്തോളം വലിയ സംഭവമായിട്ട് കാണിച്ചിട്ടുള്ള. ഹനുമാനെ കാണിച്ചു, മറ്റേ രാമനെ കാണിച്ചു, ശിവനെയും കാണിച്ചു. ശിവ എന്ന് പറഞ്ഞാൽ രുദ്ര. ഇത് ശിവൻ ഈ സമയങ്ങളിലൊക്കെ ആളുടെ പ്രസൻസ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കും അത് കാണിക്കുന്നത്. അങ്ങനെ ആയിരിക്കും അത് ടൈം ട്രാവൽ പരിപാടി ആവാൻ പോകുന്നത്. പിന്നെ ഈ ഓരോ ഏരിയയും കാണിക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളതാണ് മനസ്സിലാവാതിട്ടുള്ളത്. ഓരോരോ സ്ഥലങ്ങൾ കാണിച്ചില്ലേ, ഇന്ന സ്ഥലം ഇന്ന നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സമയങ്ങളാണ് മനസ്സിലാവാത്തത്. അന്റാർട്ടിക്കയിലും കാണിക്കുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ ഐസിന്റെ അടിയിൽ എന്തോ ഒരു സംഭവം കിടക്കുന്നതായിട്ടുണ്ട്. അത് അതിന്റെ ഒരു രൂപമാണ്. നമ്മൾ വെറുതെ കോമഡിക്ക് ടൈറ്റാനിക് പറഞ്ഞാന്നൊക്കെ വെറുതെ പറഞ്ഞാ അല്ല, അവരത് വിശ്വസിച്ചു. അവിടെയാണല്ലോ അത് കിടക്കുന്നത്. അല്ല പിന്നെ എന്താണെങ്കിലും കൊള്ളാട്ടോ, നൈസായിട്ടുണ്ട് സംഭവം. 2027 വരുള്ളൂ അല്ലേ, അതാണ് ഈ വിഷയം. സമയം എടുത്ത് ചെയ്താൽ മതി. അല്ലെങ്കിലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ശരിയാണ് കേട്ടോ. സംഭവം ലാസ്റ്റിലേക്ക് വരുമ്പോൾ അത് സംഭവം ഭയങ്കര അപാര സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് രാമായണയുടെ അതിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം അതിന്റെ അത്ര എത്തിയിട്ടില്ല കേട്ടോ. അതെന്തൊരു രസമായിരുന്നു അതിന്റെ ടീസർ. ഇതിന്റെ വർക്കും അത് നമുക്ക് സൂപ്പറായി തോന്നുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ലങ്ക സംഭവം കാണിച്ചതിന് ശേഷമുള്ള മറ്റേതൊക്കെ പക്ക നമുക്ക് എഐന്റെ അറിയാൻ പറ്റും. പല സ്ഥലങ്ങളിലും കമന്റ് നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എഐ ആണോന്ന്. കാരണം മഹേഷ് ബാബു ഒക്കെ എക്സ്പ്രഷൻ ഇടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത്ഭുതമാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് ഓരോരുത്തർ ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക, ഇത് എഐ ആണോ ചേട്ടാന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നിനക്കൊന്ന് കൺഫേം എക്സ്പ്രഷൻ വന്നത്
അതാ പറഞ്ഞ. അപ്പൊ ഞാൻ ചിന്തിച്ചത് സംശയം SS രാജമൗലിയുടെ കൈ കിട്ടിയാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ എക്സ്പ്രഷൻ വന്നതാണ്. പക്ഷെ അതുപോലും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് സത്യം. മിക്കവാറും. ഇപ്പൊ ലോകേഷിനെ എക്സ്പോസ് ചെയ്ത് അതേപോലെ എക്സ്പോസ് ആയി, ലോകേഷ് എക്സ്പോസ് ആയി, പിന്നെ പ്രശാന്ത് നീൽ എക്സ്പോസ് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ ആരാ, പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ എക്സ്പോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇനി എക്സ്പോസ് ആകാൻ കിടക്കുന്ന ആള് SS രാജമൗലി. അപ്പോൾ മെസ്സേജ് വന്നിരിക്കുകയാണ്, മിക്കവാറും അടുത്തത് മഹേഷ് ബാബു കൊണ്ടുപോയിട്ട് എക്സ്പോസ് ആക്കുന്നു രാജമൗലിനെ. എന്തായാലും കാത്തിരുന്ന് കാണാം. നമ്മൾ ആ രീതി പറയുന്നല്ല, സംഭവ ബഹുലായിരിക്കും, ഭീകരമായിരിക്കും. അത് ചെയ്തു വെക്കുന്നത് വൻ സംഭവം തന്നെയായിരിക്കും, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. എന്താണെങ്കിലും ആളുടെ ഈ ഒരു രീതിയിലുള്ള പരിപാടി തന്നെ തുടർന്ന് പോകുമ്പോൾ കുറച്ച് ചെറിയൊരു മാറ്റം, നമ്മൾ ഈച്ചയൊക്കെ വന്ന പോലെ ഒരു സാധനമൊക്കെ വരണം, ഒരു ഇടയ്ക്കൊരു വെറൈറ്റി. ജോണറുകൾ മാറി മാറി വരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല പരിപാടി തോന്നുന്നുണ്ട്, സ്ഥിരം ടെംപ്ലേറ്റിലാണ് സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തെലുങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കുറേ സിനിമകളുണ്ട് ഒക്കെ ഇതേപോലെ. പ്രശാന്ത് വർമ്മയുടെ സിനിമകൾ, പിന്നെ ഇപ്പോൾ നാഗേഷിന്റെ ഇതിലേക്ക് വരുന്നില്ല, പക്ഷെ എങ്കിലും ചെറുതായിട്ട് വേണമെങ്കിൽ പറയാം. ഈ ഒരു വകുപ്പിൽ തന്നെ അതെ പറ്റും. അപ്പോൾ ആ ലെവലിലുള്ള, പിന്നെ അഖണ്ഡ ഫസ്റ്റും സെക്കൻഡും ആ ലെവലിലേക്ക് പോകുന്ന രീതി ഇതിലുണ്ട്. എന്താണെങ്കിലും ഇതിനൊക്കെ മാറ്റിമറിച്ച് ഗംഭീരമായിട്ടുണ്ട് പുറത്തു വരട്ടെ. അതെ, സാധനം ഗംഭീരമായിരിക്കും, നോ ഡൗട്ട്. യെസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.